ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഫോണ് കേടൊക്കെ ആയിട്ട് ഒന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ളൂ കേട്ടോ, സോഫ്റ്റ്വെയർ പോയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ അമ്മ ഈ തൊഴിലുറപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വേഗത കുളിച്ച് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അവൾക്ക് തീറ്റി കൊടുത്താലേ ഇപ്പോൾ കഴിക്കുള്ളൂ കേട്ടോ. അവൾ കഴിക്കും, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വയറ് നിറയില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കണം. അമ്മ പുറപ്പെട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10-15 മിനിറ്റ് നടക്കണം. അപ്പോൾ അത്ര ദൂരമുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറേ ദിവസത്തിന് ശേഷം കുറച്ച് മഴയുടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ നല്ല മൂടലാട്ടോ. രാവിലെ നല്ല മൂടൽ കാരണം അമ്മ പോണ സമയത്തൊക്കെ നല്ല മഞ്ഞും മഴക്കാറൊക്കെ കാരണം മഴ പെയ്യുന്ന തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിൽ വന്നു കേട്ടോ, നല്ല വെയിൽ വന്നു. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെതാ അമ്മ അങ്ങനെ കുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മ അങ്ങനെ പോയിട്ടോ. ഞാനതാ അവളെ മേലൊക്കെ കുളിപ്പിച്ചിട്ടാണ് പിന്നെ കഴിപ്പിക്കാനൊക്കെ കൊടുത്തത്. കഴിപ്പിച്ചു. തല നനച്ചില്ല കേട്ടോ, തല കുളിച്ചില്ല. രാവിലെ ഈ മൂടലൊക്കെ കാരണം, മഞ്ഞൊക്കെ കാരണം ഞാൻ വിചാരിച്ചു ഇനി മഴ പെയ്താൽ മുടി ഉണങ്ങി കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ട്, ജലദോഷവും പനിയൊക്കെ അല്ലേ എല്ലായിടത്തും ഇപ്പോൾ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കട്ടെ പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് തല കുളിക്കാറ് കേട്ടോ, അവളുടെ തല കുളിപ്പിക്കാറൊക്കെ. അപ്പോൾ അങ്ങനെ അവളെ മേലൊക്കെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് അവളിനവിടെ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളിനവിടെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാനിത് അടിച്ചൊക്കെ വാരിയാണ്. കുറച്ച് കഴിക്കാൻ ഇരുന്നതിൻ്റെയൊക്കെ കുറച്ച് അടിച്ചു വാരാനും എല്ലാം അവൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ നമ്മളാണെങ്കിൽ ഒക്കെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ അടിച്ചൊക്കെ വാരി രാവിലെ ഒരു അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കഴിക്കാനിരുന്നത്. പിന്നെ ഉള്ളടിച്ചു വാരി അതൊക്കെ കഴിഞ്ഞ് വന്ന് കൈയൊക്കെ കഴുകി വന്ന് അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മുടി കെട്ടാനൊന്നും സമ്മതിക്കുന്നതല്ല കേട്ടോ. മുടി കെട്ടാന്നൊക്കെ വിചാരിച്ച് മുടിയിൽ ചീപ്പ് വെച്ചപ്പോഴേക്കും ആൾ പൊട്ടിടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധേന ഞാൻ പറഞ്ഞ് സമ്മതിച്ച് സോപ്പിട്ട് വാരി ആളുടെ മുടിയൊക്കെ ഒരു വിധം അങ്ങനെ ആക്കി കെട്ടിക്കൊടുത്തു കേട്ടോ. സമ്മതിക്കുന്നേ ഇല്ല, തലയാട്ടിയിട്ട് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് പൊട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊട്ടിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എന്നാൽ കണ്ണെഴുതണതിനോട് വലിയ താല്പര്യമില്ല. കണ്ണിങ്ങനെ മിഴിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ ആൾക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവളവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവളെ കാർട്ടൂൺ കണ്ട് അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അരി ഇടണം. അപ്പോൾ വേഗം വേവുന്ന അരിയാണ് കേട്ടോ, റേഷൻ കടയിൽ നിന്ന് ഉള്ള അരിയാണ്. വേഗം വേവുന്ന അരിയില്ലേ, വെള്ള അരി. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ആൾ വേണം, പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ടേ. അപ്പം അമ്മ ഇനി പോയി വരുമ്പോഴേക്കും ചോറ് അടുപ്പത്ത് വെച്ചിട്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും കുറേ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അലക്കും വേണം, കുറച്ചധികം തുണി. ഈ മഴ കാരണേ, അപ്പം മഴ കാരണം ഒരുപാട് തുണികൾ ഇങ്ങനെ നമുക്കിങ്ങനെ മേലെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ട്. അലക്കിയിടാനും ഒരു സ്ഥലം വേണ്ട, ഉണങ്ങിയും കിട്ടില്ല. അപ്പം അങ്ങനെ കുറേശ്ശെ തുണികളാണ് കേട്ടോ അലക്കിയെടുക്കാറുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും നല്ല വെയിൽ വന്നു കേട്ടോ, രാവിലത്തെ പോലെയല്ല. അപ്പോൾ ഒരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേനെ നല്ല വെയിൽ വന്നു. അപ്പം ഇനി അലക്കിയിടാം, ചോറടുപ്പത്തിട്ടിട്ട് എന്തായാലും ഇനി അലക്കിയിടാന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോഴത്തേനും അമ്മ വരും ചെയ്യും. ഇവളിവിടെ കാർട്ടൂൺ കണ്ടു ഇരുന്നോളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് വന്ന് നോക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം അരിയെടുപ്പത്തിടുകയാണ്. ഇനി അരിയെടുപ്പത്തിട്ടതിന് ശേഷം വേണം ബാക്കി അലക്കാനുള്ളതൊക്കെ അലക്കാൻ. ഞാൻ നേരത്തെ ഇടയിലൊക്കെ ഞാൻ അവളെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് തുണികളൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അലക്കിയെടുക്കും കൂടി വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തായാലും അമ്മ വരുമ്പോഴത്തേന് ഇനി കുറച്ച് നേരം എന്തായാലും അരമണിക്കൂർ മീറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, പെട്ടെന്ന് തന്നെ വരും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് അലക്കിയിട്ട് അതിനിടയിൽ അലക്കിയിട്ട് വന്നപ്പോൾ ആൾ കസേരയിൽ കാണാമല്ലോ കേട്ടോ, ഹാളിൽ. അപ്പോൾ ആളുണ്ട് റൂമിലിരുന്ന് അവളുടെ കിച്ചൺ സെറ്റത്തെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ചായ കുടിക്കുന്ന പോലെയൊക്കെ കാട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേനും ചോറ് വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും തലേ ദിവസം കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടാകും, അപ്പോൾ അതുകൊണ്ട് കളയട്ടെ എന്നൊക്കെ വിചാരിച്ച് പാത്രം മോറിയെടുക്കാൻ വേണ്ടിയിട്ടേ.
അപ്പോൾ കണ്ടോ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന്. 2 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഒരു 4 ദിവസം നല്ല വെയിൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിട്ടോ. പക്ഷെ നമ്മുടെ ഇടയ്ക്ക് മാത്രം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ വെയിൽ കിട്ടുകൊണ്ട് ഞങ്ങളൊരു ആശ്വാസം കേട്ടോ. പിന്നെ എന്തായാലും ചോറ് വാർക്കട്ടെ. ചോറ് വാർത്ത് പകുതി ആയപ്പോഴത്തേനും ചോറ് വാർക്കൽ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കേട്ടോ അമ്മ വരുന്നു, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ, അട്ടപ്പാടി ചീര, അതൊക്കെ നുറുക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അമ്മ അത് തോരൻ വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും കഞ്ഞി കുടിക്കണം. അപ്പോഴത്തേന് തന്നെ ഉച്ച 1 മണി 1:30 സമയമൊക്കെ ആയിരിക്കണം കേട്ടോ. ഇനി എന്തായാലും ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ പഴയതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും കാണുന്നവർ നമ്മുടെ എല്ലാവരും കേട്ടോ, ഫാമിലിയിലുള്ളവർ എല്ലാവരും നമുക്ക് കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ.